ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മതപണ്ഡിതരാണ് തീരുമാനം എടുക്കേണ്ടതെന്നാണ്. അതായിരുന്നില്ലല്ലോ സർക്കാരിന്റെ നിലപാട്. അല്ല, സർക്കാരിന്റെ നിലപാട് മുൻപും അതായിരുന്നു. അത് തെറ്റിദ്ധാരണയാണ് ഗോപി. ഒരു തെറ്റിദ്ധാരണയില്ല. എന്തായിരുന്നു സർക്കാർ കോടതി പറഞ്ഞത് ഞങ്ങൾ നടത്തുമെന്നാണ്. അതെ, അത് കോടതി വിധി വന്നതിന് ശേഷമാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അല്ല, ഇടതുപക്ഷത്തിന്റെ നയപരമായ തീരുമാനം അങ്ങനെയായിരുന്നില്ല. അത് ജെൻഡർ ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നയപരമായ തീരുമാനമായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ അല്ല എന്ന് പറഞ്ഞില്ലല്ലോ. ജെൻഡർ ഇക്വാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് CPM-ന്റെയും ഇടതുപക്ഷ സർക്കാരിന്റെ നയം ഞാനതിൽ വിയോജിപ്പ് പറഞ്ഞത് ഏത് പോയിന്റിലാണ്? മതപണ്ഡിതർ തീരുമാനിക്കട്ടെ എന്നത് പുതിയ നയമല്ല. മുൻപ് ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൽ മതപണ്ഡിതരാണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള സ്റ്റാൻഡ് ആ കാലത്തും ആ തവണയും. എന്നിട്ടാണോ ശബരിമലയുടെ താക്കോല് തന്ത്രിയുടെ കൊന്തലയിൽ കെട്ടിയിരിക്കുന്നല്ല എന്ന് പറഞ്ഞത്? അതാര് പറഞ്ഞതാ? ഗോപി, സുപ്രീം കോടതിയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് മതപണ്ഡിതരാണ് എന്നുള്ള വാചകം ആ സത്യവാങ്മൂലത്തിൽ ഉണ്ട്. സുപ്രീം കോടതി നിലപാട് നടപ്പിലാക്കുമെന്നുള്ളതായിരുന്നു. അതിനകത്ത് ഒരു തർക്കവുമില്ല. മാത്രമല്ല, സുപ്രീം കോടതി വിധി വന്ന ശേഷം അക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടിനോട്, LDF-ന്റെ നിലപാടിനോട് എനിക്ക് വിയോജിപ്പുണ്ട് പൂർണ്ണമായി. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ മതപണ്ഡിതർ തീരുമാനം എടുക്കട്ടെ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യം മുന്നിൽ കണ്ട് സ്വീകരിച്ച നിലപാടല്ല. അത് പൂർണ്ണമായും തെറ്റാണ്. ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ സർക്കാരോ ഇടതുമുന്നണിയോ എന്ത് തന്നെ പറഞ്ഞാലും അവർ നടപ്പാക്കിയത് യുവതീ പ്രവേശനം എന്നതിനോട് അനുകൂലമായി നിൽക്കുകയും ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ ശബരിമലയിലും എല്ലാ ആരാധനാലയങ്ങളിലും അങ്ങനെ തന്നെ വേണമെന്നതാണ് ഇടതുപക്ഷത്തിന്റെ നയവും നിലപാടെന്ന് പറയുകയും അതിന്റെ ഭാഗമായി അനാചാരങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് നവോത്ഥാന സംരക്ഷണ സമിതി രൂപീകരിക്കുകയും മുഖ്യമന്ത്രി അതിന്റെ അധ്യക്ഷനാവുകയും വെള്ളാപ്പള്ളി നടേശൻ, പുന്നല ശ്രീകുമാർ തുടങ്ങിയവരെയൊക്കെ ഇതിന്റെ ഭാരവാഹികളാക്കിക്കൊണ്ട് അതെ സമിതി എല്ലാം രൂപീകരിച്ചതും എല്ലാം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം ഈ മതപണ്ഡിതർ അന്നും പറഞ്ഞിരുന്നു. പക്ഷെ അതിനപ്പുറം അത് പറഞ്ഞെങ്കിലും അതിനുശേഷം ഈ കോടതി വിധി വന്നതിന് ശേഷവും കോടതി വിധിക്ക് മുമ്പും ഇതിൽ ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. CPIM കൈക്കൊണ്ടിട്ടുള്ള ഒരു നിലപാടുണ്ടായിരുന്നു. CPIM ആ കേസിൽ കക്ഷി അല്ലെങ്കിൽ പോലും ഒരു പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അത് അത്തരമൊരു നിലപാടെ സ്വീകരിക്കാൻ കഴിയൂ എന്നൊക്കെയാണ് അന്ന് നേതാക്കൾ പറഞ്ഞിരുന്നത്. അപ്പോ അന്ന് സ്വീകരിച്ചിരുന്ന ആ പുരോഗമനമൊക്കെ എവിടെ പോയി ഇപ്പോൾ? ഞാൻ പറഞ്ഞത് ഈ മതപണ്ഡിതർ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ആ പോയിന്റ് ഗോപി പറഞ്ഞപ്പോഴാണ് ഞാൻ കൃത്യമായി ഇടപെട്ടത്. അത് തെറ്റിദ്ധാരണയാണ്. കാരണം തെരഞ്ഞെടുപ്പെടുത്ത ഘട്ടത്തിൽ LDF അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ സൃഷ്ടിക്കലാണ്. നമ്മൾ പോലും അത് ബോധപൂർവ്വം സമൂഹത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. CPM ഇപ്പോൾ നിലവിൽ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നില്ല. നിലപാടില്ലായ്മയുടെ അങ്ങേയറ്റം എന്നുള്ളതാണ് പറഞ്ഞത്. സംരക്ഷണമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിനു ശേഷമാണല്ലോ കോടിയേരി അടക്കമുള്ള നേതാക്കൾ 2007 VS സർക്കാരിന്റെ കാലത്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ LDF സർക്കാർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? സുപ്രീം കോടതിയിൽ അവർ നൽകിയ മറുപടിയിൽ ഈ ആചാര വിഷയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ആചാര കാര്യങ്ങളിൽ മാത്രം, അതായത് ആചാരം മാത്രം, ഒരു മിനിറ്റ്, ഞാൻ കോടതിയിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ആചാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനെ തന്നെയാണ് നടക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. അതിൽ ഈ ഒരു വരി ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് 2007 VS സർക്കാരിന്റെ കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്നത്തെ LDF സർക്കാർ എടുത്തത് മതപണ്ഡിതർ തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഈ വിഷയം വീണ്ടും വരുമ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകുന്നത് പൂർണ്ണമായും ആചാരം സംരക്ഷിക്കണം എന്നുള്ളതാണ്. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പിണറായി വിജയന്റെ ആദ്യത്തെ സർക്കാർ വരുന്നതിന് മുൻപ് അതേ വർഷം ഉമ്മൻചാണ്ടി സർക്കാർ UDF സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, 2007 നിലപാട് ഇതായിരുന്നു. 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആചാരം തന്നെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് UDF സർക്കാർ സ്വീകരിക്കുന്നു. അതേ വർഷം അധികാരം മാറുന്നു. LDF അധികാരത്തിൽ വരുന്ന വർഷമാണ് വീണ്ടും ഇവർ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നത്. പിന്നീടാണല്ലോ വലിയ വാദങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ 2007 നിലപാട് എന്താണ്? മതപണ്ഡിതർ തീരുമാനിക്കട്ടെ. ആ നിലപാടിനോടൊപ്പം ഏറ്റവും ഒടുവിൽ
കോടതിയിൽ വാദം കേൾക്കുന്ന സമയത്തിലേക്ക് വരുമ്പോൾ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുല്യത എന്നുള്ളതാണ് സർക്കാർ നിലപാട് എന്നുള്ളത് അധിക സത്യവാങ്മൂലമായി നൽകുകയാണ് ചെയ്തത്. പിന്നീട് വീണ്ടും സർക്കാരിന് ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരുന്നത് ഇപ്പോഴാണ്. പക്ഷേ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോഴുണ്ടല്ലോ, അതായത് ഈ വർഷം 2025 വീണ്ടും സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഒരു മറുപടി നൽകുമ്പോൾ ലിംഗനീതിയുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിന്റെ നിലപാട് എന്താണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്നൊരു ചോദ്യം കോടതി മുന്നോട്ട് വെച്ചിട്ടില്ല. ഭരണഘടനാ സംബന്ധമായ 7 ചോദ്യങ്ങളിലാണ് സുപ്രീം കോടതി സർക്കാരിന്റെ മറുപടി തേടിയത്. അതിൽ നിലപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. സാങ്കേതികമാണ് പറയുന്നത്, നിലപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ മറുപടി കൊടുക്കുമ്പോൾ വീണ്ടും മതപണ്ഡിതരാണ് നിലപാട് പറയേണ്ടതെന്ന് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ വിയോജിപ്പ് പറയാനുള്ള ഒരേ ഒരു പോയിന്റ് 2007 നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ അധിക സത്യവാങ്മൂലത്തിൽ നിന്ന് പിൻവാങ്ങുന്നു. അത് മാത്രമല്ല, അതായത് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആചാരം പാലിക്കണം എന്നതായിരുന്നല്ലോ. അതിനുശേഷം ഈ അധിക സത്യവാങ്മൂലം എന്തിനു നൽകി? അത് സർക്കാരിന്റെ പുരോഗമന വീക്ഷണം അല്ലെങ്കിൽ CPIMന്റെ പുരോഗമന വീക്ഷണം എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. തുല്യത, ആ തുല്യതയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ കാര്യം കൂടി അത് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ രാജ്യത്ത് തന്നെ CPIMന്റെ നിലപാടിത്, അല്ലെങ്കിൽ CPIM നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിന്റെ നിലപാടിതാണ് വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ അധിക സത്യവാങ്മൂലം നൽകിയത്. ഏതായാലും അത് ഈ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതൊരു വലിയ വിഷയമായിരുന്നല്ലോ, ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ആ തെരഞ്ഞെടുപ്പിലാണ് വലിയ തിരിച്ചടി നേരിട്ടതിന് ശേഷമാണ് CPIM ഈ പരിപാടി ഇതിങ്ങനെ പോയാൽ, അതായത് നമ്മൾ ഈ കാര്യമില്ല, വോട്ടാണ് പ്രധാനം. സാങ്കേതികത്വങ്ങൾക്കപ്പുറത്ത് ഈ ഒരു വിഷയത്തിൽ, യുവതീ പ്രവേശന വിഷയത്തിൽ മുൻപ് RSSന്റെ നിലപാടെന്തായിരുന്നു? BJPയുടെ നിലപാടെന്തായിരുന്നു? കോൺഗ്രസിന്റെ നിലപാടെന്തായിരുന്നു? അപ്പൊ അങ്ങനെ അവർക്കത് വേണം എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. ആദ്യം ക്യാമ്പയിൻ നടത്തിയ സംഘടനയുടെ പേര് RSS എന്നാണ്. ആ ഒരു നിലപാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.